അടുത്തിടെ പുറത്തിറങ്ങിയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയുടെ പ്രമേയവുമായി ചേർന്ന് നിൽക്കുന്നതാണ് കർപ്പൂരദീപം എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ കഥ. വെള്ളരിപ്രാവിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിർമ്മാതാവിന്റെ മകൻ തന്റെ അച്ഛൻ നിർമ്മിച്ച ചിത്രം പുറത്തിറക്കുകയായിരുന്നുവെങ്കിൽ കർപ്പൂരദീപം എന്ന ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. 71 വയസ്സിൽ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വപ്ന ബേബി എന്ന നിർമ്മാതാവ് തന്നെയാണ് ചിത്രം പുറത്തിറക്കുന്നത്. നിർമ്മാതാവിന്റെ വർഷങ്ങൾ നീണ്ട സ്വപ്നത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമാണ് കർപ്പൂരദീപം എന്ന ചിത്രം. 1998 ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ജോർജ് ഗിത്തു സംവിധാന ചുമതല ഏറ്റെടുത്തു. തിരക്കഥ ഇഷ്ടമായ പല നടന്മാരും അഭിനയിക്കാമെന്നേറ്റു. എന്നാൽ പ്രതിഫല കാര്യത്തിൽ തീരുമാനമാകാതെ കർപ്പൂരദീപത്തിന് ചിത്രീകരണം നീണ്ടു. ഒടുവിൽ 2004 സിദ്ദിഖിനെയും ശാന്തികൃഷ്ണനെയും പ്രധാന വേഷങ്ങൾ അഭിനയിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കി. മിന്നാമിനിങ്ങനെ കണ്ടാലും പേടിക്കുന്നു കേട്ടിട്ടില്ലേ? വേണ്ട, ആരും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് കൊന്നോളാം, സന്തോഷാവട്ടെ. എന്നാൽ വിതരണക്കാരെ ലഭിക്കാതെ പെട്ടിയിൽ അടച്ചുവെച്ചു ചിത്രം. എങ്ങനെയും ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കണമെന്ന നിർമ്മാതാവ് സ്വപ്ന ബേബിയുടെ ആഗ്രഹമാണ് ഒടുവിൽ 8 വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യമാകുന്നത്. കാക്കത്തമ്പുരാട്ടി, ദൃക്സാക്ഷി, നിറകുടം എന്നീ സൂപ്പർ ഹിറ്റുകൾ നിർമ്മിക്കുകയും ഫുട്ബോൾ, മിനിമോൾ വത്തിക്കാനിൽ, ശാലിനി എന്റെ കൂട്ടുകാരി എന്നീ ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളിയുമായിരുന്നു ബേബി. യൂസഫ് അലി, ജോൺസൺ മാഷ് കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഈ വെള്ളിയാഴ്ച കർപ്പൂരദീപം തെളിയുമ്പോൾ അതൊരു നിർമ്മാതാവിന്റെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളുടെ വിജയം കൂടിയാവുന്നു. ഇതാണ് എൻ്റെ ഒരു സ്ഥിരം ഹോട്ടൽ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ദീസ് പീപ്പിൾ ആർ ഗുഡ്. ആ കൃഷ്ണനുണ്ണി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അതെ അതെ, നാളെ ഇല്ല, നാളെ തന്നെ തിരിക്കും. നമുക്ക് നാളെ രാവിലെ മീറ്റ് ചെയ്യാം. ഇന്ന് എനിക്ക് ചില പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ഓക്കെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ. നാളെ രാവിലെ മീറ്റ് ചെയ്യുന്നു. ഓക്കെ.